ആരാ അറിയോ? അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പറയുന്നു. കാലുകമ്പനിയുടെ മുതലാളിയാണ്. ഇവിടുന്ന് പറയുന്നത് ടാറ്റ കമ്പനിയുടെ ഓണർ ആണ്. ചിരിക്കാൻ വേണ്ടിയൊക്കെ കോമഡിയൊക്കെ അടിക്കാം. നിങ്ങളെല്ലാവരും ഉണറേ കൂടെ അതാ കുറങ്ങാതെ ആരും നമ്മള് പരിപാടി നടത്തുമ്പോഴൊക്കെ കുറെ നേരമൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബോറടിച്ച് ചത്തുന്തിയൊക്കെ ഇരിക്കും. ഞാനിതെല്ലാം ചിരിയുടെ കൂട്ടത്തിലാണ്, ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. കഥ പറയാം. രത്തൻ ടാറ്റയുടെ കമ്പനി വലുതാക്കാൻ വേണ്ടി രത്തൻ ടാറ്റ മറ്റൊരു കമ്പനിയാണ് വാങ്ങുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. അത് കമ്പനി അങ്ങനെ ആ കമ്പനി വാങ്ങുന്നു. ആ കമ്പനി അദ്ദേഹം വാങ്ങുന്നു. ആ കമ്പനി വാങ്ങിയപ്പോൾ ഒരുപാട് അദ്ദേഹത്തെ പരിഹസിച്ചു. ഈ കമ്പനി നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന കമ്പനി കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. ഒരുപാട് കളിയാക്കലുകൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹം ഈ നമ്മളെ ഈ കോളേജൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ പേര് മറന്നു. സ്റ്റോക്ക് മാർക്കറ്റ്. ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ലപോലെ ഇടിഞ്ഞ സമയമായിരുന്നു. അപ്പം അദ്ദേഹം തെരുവുകളിലായിരുന്നു കുറച്ച് ദിവസം കിടന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ്. അങ്ങനെ അദ്ദേഹം തെരുവുകളിൽ കിടന്നു. പിന്നെ കുറച്ച് നാൾക്ക് ശേഷം അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നൊന്ന് അദ്ദേഹം നോക്കാറുണ്ട്. അദ്ദേഹം എടുത്ത തീരുമാനം ശരിയാക്കലാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ പോളിസി. ഇന്ന് അദ്ദേഹത്തിന് രണ്ടാമതെടുത്ത കമ്പനിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നതെന്നാണ് സ്റ്റോറിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ അത് തിരുത്തേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞപ്പം വിറച്ചിട്ടില്ല. അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് പേര് ഇത് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അവിടെ എൻ്റെ കൂട്ടുകാരെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം വളരെ നന്ദിയുണ്ട്. എന്നെ വലിയ നിലയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഇനിയും കളിയാക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. നന്ദി, നമസ്കാരം.